എങ്ങനെയാണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ പ്രവർത്തിക്കുന്നത്? ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഇവിടെ നാസ, ഇസ്രോ ഇവർ വിക്ഷേപിക്കുന്ന സങ്കീർണമായ റോക്കറ്റുകളും ചെറിയ റോക്കറ്റുകളും, അതായത് ഫെസ്റ്റിവലിന് വിനോദത്തിനായി ഉപയോഗിക്കുന്ന റോക്കറ്റുകളുടെയും പ്രവർത്തന രീതി ഒന്ന് തന്നെയാണ്. രണ്ട് റോക്കറ്റുകളെയും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ വലിപ്പവും സങ്കീർണതയുമാണ്. ഈ വീഡിയോയിൽ റോക്കറ്റ് പ്രൊപ്പൽഷനിലൂടെ എങ്ങനെ ഒരു റോക്കറ്റിന് മുകളിലേക്ക് ഉയരാൻ സാധിക്കുന്നു എന്നാണ് നോക്കുന്നത്. അതിനായി ഇവിടെ ചെറിയ സ്റ്റിക്ക് ഘടിപ്പിച്ചിട്ടുള്ള റോക്കറ്റ് മോഡൽ ആണ് കാണിക്കുന്നത്. ഈ റോക്കറ്റിൻ്റെ ഓരോ ഭാഗങ്ങളായി അവ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതാണ് ഇഗ്നിഷൻ ഫ്യൂസ്. റോക്കറ്റ് പ്രവർത്തിപ്പിക്കാനുള്ള ആക്ടിവേഷൻ എനർജി റോക്കറ്റ് മോട്ടോറിലേക്ക് ഒരു സമയ താമസത്തിലൂടെ എത്തിക്കുക എന്നതാണ് ഈ ഫ്യൂസിൻ്റെ ധർമ്മം. ഇതാണ് ഫ്യൂൽ ബേസ്. റോക്കറ്റ് പ്രവർത്തിക്കാനുള്ള ഇന്ധനത്തെ വഹിക്കുക എന്നതാണ് ഇതിൻ്റെ ധർമ്മം. ഇതാണ് എൻഡ് ക്യാപ്പ്. ഇത് മണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുള്ളത് കാരണം റോക്കറ്റിൽ മോട്ടോറിൽ നടക്കുന്ന ജ്വലനം കാരണം ഉണ്ടാകുന്ന എയർ പ്രഷറിന് പെട്ടെന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി തടസ്സപ്പെടുന്നു. താഴെയുള്ള ഭാഗമാണ് നോസിൽ. ഇതും മണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുക. ഈ നോസിലിൻ്റെ നടുഭാഗത്തായി ഒരു ദ്വാരമുണ്ടാകും. അതിലൂടെ പ്രഷർ അതിശക്തമായി പുറത്തേക്ക് പോകുകയും അപ്പോൾ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ഫോഴ്സിനെയാണ് ത്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ ത്രസ്റ്റ് ആണ് റോക്കറ്റിനെ മുകളിലേക്ക് ഉയർത്തുന്നത്. ഇതാണ് വെർട്ടിക്കൽ സ്റ്റെബിലൈസർ. ഇതാണ് റോക്കറ്റിനെ വെർട്ടിക്കൽ ദിശയിലേക്ക് ഉയരാൻ പ്രാപ്തമാക്കുന്നത്. ഇനി സങ്കീർണമായ റോക്കറ്റുകളുടെ കാര്യം നോക്കിയാൽ അവിടെയും ഇതേ പ്രവർത്തനമാണ് നടക്കുന്നത്. റോക്കറ്റ് പ്രൊപ്പൽഷൻ ഉണ്ടാക്കുന്ന ത്രസ്റ്റ് ഫോഴ്സ് റോക്കറ്റിൻ്റെ ഭാരത്തേക്കാൾ കൂടുതലാകുമ്പോൾ റോക്കറ്റ് മുകളിലേക്ക് ഉയരുന്നു. ഇവിടെ അതിസങ്കീർണമായ ഇലക്ട്രോണിക് ഭാഗങ്ങളും കാര്യക്ഷമമായ മറ്റു സംവിധാനങ്ങളും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐസക് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമമനുസരിച്ച് ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടാകും. ഈ നിയമം അടിസ്ഥാനമാക്കിയാണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ പ്രവർത്തിക്കുന്നത്. കാരണം റോക്കറ്റിൽ നിന്നും വരുന്ന അതിശക്തമായ ത്രസ്റ്റ് റോക്കറ്റിൻ്റെ ഭാരത്തിൻ്റെ മുകളിലാകുന്നു. അപ്പോഴാണ് റോക്കറ്റ് മുകളിലേക്ക് ഉയരാൻ തുടങ്ങുന്നത്. റോക്കറ്റിനെ പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.